ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 26-ാമത് വാക്യം ഓർമ്മപ്പെടുത്തുന്നത്, ഓരോ മനുഷ്യനും വിലയേറിയ ജീവനുള്ളവരാണെന്നും ആ വിലയേറിയ ജീവനെ വേട്ടയാടുന്ന ചിലരുണ്ടെന്നും അത് നാം സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവൻ വേട്ടയാടപ്പെടുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് നമ്മെ രക്ഷിക്കുന്നവൻ്റെ അരികിൽ നാം സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഓർപ്പിക്കുക തന്നെയാണ്. 7-ാം സങ്കീർത്തനം പറയുന്നത്, എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. വേട്ടയാടുവാൻ വേണ്ടി വരുന്ന ചില വ്യക്തികൾ ഉണ്ടെന്നും അവരുടെ കൈകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൽ ആശ്രയിക്കുന്നു എങ്കിൽ ആ ദൈവം നമ്മെ തക്കതായ സമയങ്ങളിൽ വിടുവിപ്പാനും കരുതുവാനും ഇടയായിത്തീരുമെന്നും ഓർപ്പിക്കുകയാണ്. ദാവീദ് ശൗലിനെ ഭയന്ന് വിവിധ ഗുഹകളിലും മലകളിലുമൊക്കെ രക്ഷയ്ക്കു വേണ്ടി ഓടി നടക്കുമ്പോൾ താൻ ഓടിപ്പോകുന്നതിൻ്റെ പിന്നിൽ തൻ്റെ വിലയേറിയ ജീവനെ ശൗൽ ഇല്ലായ്മ ചെയ്ത് കളയുമെന്നുള്ള അറിവായിരുന്നു ദാവീദ് ഓടിപ്പൊയ്ക്കളയുവാനും ഗുഹകളിലും മലകളിലുമൊക്കെ ആശ്രയിക്കുവാനും അഭയം പ്രാപിപ്പാനും ഇടയായിത്തീർന്നിട്ടുള്ളതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഒരിക്കൽ ശൗലിൻ്റെ കയ്യിൽ താൻ വീഴുകയുള്ളൂ എന്നും ഒരു വനാന്തരത്തിലൂടെ ഒരു ചെള്ളിനെ തേടി നടക്കുന്നതുപോലെ എൻ്റെ ജീവന് വേണ്ടി ശൗൽ നടക്കുന്നു എന്നുമൊക്കെ ദാവീദ് പറയുന്നു എങ്കിലും തൻ്റെ വിലയേറിയ ജീവനെ രക്ഷിപ്പാൻ കഴിവുള്ള അത്യുന്നതനായ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും മുൻപോട്ട് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നത് നിമിത്തം സർവശക്തനായ ദൈവം തൻ്റെ വിലയേറിയ ജീവനെ വേട്ടയാടണമെന്ന ആഗ്രഹത്തോടെ കടന്നു വന്ന ശത്രു സൈന്യത്തിൻ്റെ കയ്യിലോ ശൗലിൻ്റെ കയ്യിലോ കൊടുക്കാതെ കണ്ട് തന്നെ സൂക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു, തന്നെ വിടുവിപ്പാൻ ഇടയായിത്തീർന്നു എന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 19-20 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഏതു വിധേനയും ഒരു ഭക്തനെ, ഒരു മനുഷ്യനെ, ഒരു ദൈവ പൈതലിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, വേട്ടയാടുവാൻ വേണ്ടി അതിൻ്റെ മുഴുബലത്തോടുകൂടി എഴുന്നേറ്റു വരാം. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് ഭക്തന്മാരെ സൂക്ഷിക്കുന്ന, ഭക്തന്മാരെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം നമ്മെ സൂക്ഷ്മതയോടെ സുരക്ഷിതമായി കാക്കുവാനും പരിപാലിപ്പാനും ഇടയായിത്തീരുമെന്നുമുള്ള ആഴമായ ഓർമ്മപ്പെടുത്തലും രേഖപ്പെടുത്തലുകളും നമുക്ക് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവിധ മേഖലകളിൽ നമ്മെ വേട്ടയാടുന്ന വ്യക്തികളും ശക്തികളും ഒക്കെ കടന്നു വരാം. എന്നാൽ അതിൻ്റെ എല്ലാറ്റിൻ്റെയും മണ്ഡലത്തിൽ നമ്മെ സുരക്ഷിതരെ സൂക്ഷിക്കുവാൻ, നമ്മെ കാക്കുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ ദൈവത്തിനു മാത്രമേ കഴിയുകയുള്ളെന്നും ആ ദൈവം നമ്മെ കരുതുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ മറഞ്ഞിരിക്കേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിത്തീരാം. ആ സൂക്ഷിപ്പിനകത്ത് നമുക്കായിരിക്കാം. അതിന് എൻ്റെ കേൾവിക്കാരായ നിങ്ങളെ ഏവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾക്ക് ഒരു വിലയേറിയ ജീവനുള്ളവരാണെന്നും അതിനെ വേട്ടയാടുന്നവരുടെ കൈകളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകാതെ നിത്യനായ ദൈവത്തിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.